ജീവിതം രോഗത്തിന്റെ തടവറയിലാവരുതേ എന്ന് പ്രാർത്ഥിക്കാത്ത ആരും ഈ ഭൂമുഖത്തുണ്ടാവില്ല. ശരീരത്തിന്റെ ചെറിയ വേദനകളെപ്പോലും ഗുരുതരമായ രോഗാവസ്ഥയെന്ന് ഭയപ്പെടുന്ന നമുക്കിന്ന് പോകേണ്ടത് കടലോളം സങ്കടങ്ങൾ അലയടിച്ചെത്തുന്ന ബങ്കര മഞ്ചേശ്വരത്തെ ഫിഷറീസ് കോളനിയിലേക്കാണ്. ഇവിടെ നിങ്ങൾ ആദ്യം കുടുംബനാഥനായ സുലൈമാനെ പരിചയപ്പെടുക. പാമ്പ് കടിയേറ്റ് കാലം മുഴുവൻ ഉണങ്ങാത്ത വ്രണങ്ങളുമായി കഴിയുന്ന മത്സ്യത്തൊഴിലാളി. അരക്ക് താഴെ തളർന്നുപോയ ഭാര്യാമാതാവ് റുക്കിയ. തീർന്നിട്ടില്ല സുഹൃത്തെ, ഇനിയും ഒരാളെ കൂടി നിങ്ങൾ കാണണം. 30 വർഷങ്ങളായി ആഹ്ലാദം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത, നടന്നു തുടങ്ങുമ്പോഴേക്കും കാലുകൾ ഭൂമിയിലേക്ക് ചേർന്നുപോയ സൈനബ എന്ന എപ്പോഴും ചിരിക്കുന്നവൾ. ഇങ്ങനെ 3 അരജീവിതങ്ങളാണ് ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ കണ്ടതൊന്നും ദുരന്തങ്ങളെയെല്ലാം ഓർമ്മിപ്പിച്ച് ബങ്കര മഞ്ചേശ്വരത്തുള്ളത്. ഈ വാതിലുകൾ തുറന്നാൽ കണ്ണുനീരിന്റെ ഹൃദയഭാരവുമായല്ലാതെ ഒരാൾക്കും മടങ്ങിപ്പോകാനാവില്ല. ഒരു വീട് ആശുപത്രി മുറിയായി പരിണമിക്കുന്നതിന്റെ, അവിടെ ദാരിദ്ര്യം കൊണ്ട് ചികിത്സ പോലും കൃത്യമായി ലഭിക്കാത്തതിന്റെ നൊമ്പരങ്ങൾ അറിയാൻ, അറച്ചുപോകാതെ ഇവരെയൊന്ന് ചേർത്തുപിടിക്കാൻ നിങ്ങൾ ഈ റമദാനിൽ ഫിഷറീസ് കോളനിയിലേക്ക് വരുമോ? ഇനിയും ഈ മനുഷ്യർ തോറ്റുപോകാതിരിക്കാൻ കൂട്ടുനിൽക്കുമോ? വീട്ടുസാധനങ്ങളുമായി തിരിച്ചു വരുന്നതിനിടെയാണ് റെയിൽവേ ട്രാക്കിനടുത്ത് പതിയിരുന്ന വിഷപ്പാമ്പ് സുലൈമാന്റെ കാലിന് ചുറ്റിവരിഞ്ഞത്. ഒരുവിധം രക്ഷപ്പെട്ട് ഉപ്പളയിൽ ആശുപത്രിയിലേക്ക് അയാൾ ഓടി. കൃത്യമായ ചികിത്സ ലഭിക്കാതെ മുട്ടിന് മുകളിലേക്കും പടർന്നു കയറിയ വിഷബാധയുമായി 1.5 മാസക്കാലമാണ് ആ മനുഷ്യൻ കങ്കനാടി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞത്. 7 മാസമായിട്ടും ഇടതുകാലിപ്പോഴും വേദനയിൽ നേറിക്കൊണ്ടിരിക്കുന്നു. മരുന്നുകൾ പലതും പരീക്ഷിച്ചു, പക്ഷേ വ്രണങ്ങൾ ഉണങ്ങുന്നേയില്ല. ഈ കാഴ്ച ഏറെ നേരം കണ്ടു നിൽക്കാൻ പോലും നമുക്കാവില്ല. എന്നിട്ടും അസഹനീയമായ നോവുകളെക്കുറിച്ചല്ല, ഇനി എപ്പോഴാണ് കടലിൽ പോകാനാവുക എന്നതോർത്താണ് ദുരിതത്തിനിടയിലും അയാൾ അസ്വസ്ഥനാകുന്നത്. അരക്ക് മുകളിൽ മാത്രം ജീവനും ജീവിതവും ബാക്കിയുള്ള സുലൈമാന്റെ ഭാര്യാമാതാവ് റുഖിയയും ഭാര്യാ സഹോദരി സൈനബയും ജീവിക്കുന്നത് ഇതേ വീട്ടിലാണ്. ഇങ്ങനെയൊരു ഉമ്മയെയും മകളെയും ഭൂമുഖത്ത് മറ്റെവിടെയെങ്കിലും കാണാനുള്ള സാധ്യത വിരളമാണ് കൂട്ടുകാരാ. വീൽ ചെയറിലേക്ക് പോലും സ്വയം കയറാനാവാത്ത, നിലത്തിരിക്കുമ്പോഴേക്കും വേദന കൊണ്ട് കണ്ണുനീരൊടുക്കുന്ന ഈ ഉമ്മയാണ് വാടിയ പൂവ് പോലെ ഭൂമിയിലേക്ക് വീണുപോയ തന്റെ മകളെ സംരക്ഷിക്കുന്നത്, അവളെ കുളിപ്പിക്കുന്നത്, ഉടുപ്പിക്കുന്നത്. ഒന്നോർത്തു നോക്കാനെങ്കിലും കഴിയുന്നുണ്ടോ നിങ്ങൾക്കാരെങ്കിലും? സങ്കല്പിക്കാനാവുന്നുണ്ടോ ഒരു ഉമ്മയുടെ സ്നേഹം? വർഷങ്ങൾക്ക് മുമ്പേ ഭർത്താവിന് നഷ്ടപ്പെട്ട റുഖിയ പെൺമക്കളുടെ വിവാഹത്തിന് വേണ്ടിയാണ് ഉണ്ടായിരുന്ന വീടും സ്ഥലവും വിറ്റത്. അതിനുശേഷം സ്വയം ജോലിയെടുത്ത് അവലയായ മകളെ ചേർത്തുപിടിച്ച് വാടകമുറിയിൽ കഴിഞ്ഞു. അതിനിടെയാണ് പനി ബാധിച്ച് നട്ടലിന് താഴെ തളർന്നതും കാലുകളും ജീവിതവും നിലത്തുറപ്പിച്ചു നിർത്താനാവാതെ അവർ ഈ ഒറ്റമുറി വീട്ടിലെ അഭയാർത്ഥിയായതും. ബീച്ചുകൾ തേടിയുള്ള ടൂറുകളുടെ തിരക്കിനിടയിൽ നിങ്ങളൊന്ന് ഈ കടൽ തീരത്തേക്കും കയറി വരണം. എപ്പോഴും മന്ദഹസിക്കുന്ന സൈനബയുടെ മുഖം കാണുമ്പോൾ നമ്മൾ കൊണ്ടു നടക്കുന്ന ദുഃഖങ്ങൾ ഒന്നുമല്ലെന്ന് ബോധ്യപ്പെടും. കയ്യിൽ അവൾക്ക് വേണ്ടി സമ്മാനപ്പൊതിയൊന്നും കരുതേണ്ട കേട്ടോ. അവൾക്ക് വേണ്ടത് 10 രൂപ നോട്ടും നാണയത്തൊട്ടുകളും മാത്രമാണ്. പുറത്താർക്കും തുറന്നു കാണിക്കാത്ത പ്ലാസ്റ്റിക് കവറിനുള്ളിലെ തന്റെ രഹസ്യ സാമ്രാജ്യത്തിൽ ആ നാണയങ്ങളും ഒരിക്കലും അണിയാത്ത വളകളും സൈനബ എന്ന മാലാക്ക കാത്തുവെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. 9ാമത്തെ വയസ്സ് മുതൽ ചോര ഛർദ്ദിക്കുന്ന അപസ്മാര രോഗി കൂടിയാണ് സൈനബ. ആഴ്ചയിൽ 1-2 വട്ടം ഇപ്പോഴും അത് ആവർത്തിക്കുന്നു. ആ രംഗം കൂടി ഞങ്ങൾ എങ്ങനെയാണ് പകർത്തിവെക്കേണ്ടത്? 3 അരജീവിതങ്ങളുടെ നൊമ്പരങ്ങൾ കണ്ടുകഴിഞ്ഞ നിങ്ങളിലേക്ക് മേൽക്കൂര പലയിടത്തും പൊളിഞ്ഞ ഈ ഒറ്റമുറി വീടിന്റെ ദുരവസ്ഥ കൂടി വിശദീകരിക്കുന്നില്ല. ഈ വീട് ഒന്ന് പുതുക്കി പണിയണം. ഇവർക്ക് ചികിത്സ വേണം. വാടകമുറിയിലുള്ള മകന്റെ കൂടെ താമസിക്കാൻ റുഖിയക്കും സൈനബക്കും പുതിയൊരു വീട് പണിയണം. ഇനി ബാക്കി പറയേണ്ടത് നിങ്ങളാണ്, നമ്മളാണ്. ക്യാമറമാൻ നാസർ മാനിയോടൊപ്പം ഖയ്യൂം മാന്യ, ഈ വിഷൻ ന്യൂസ്.